വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേകം എത്തിയിട്ടുള്ള ആളുകളെ മാത്രമാണ് വിളിച്ചത്. ഈ പരിപാടിയൊക്കെ നടത്തുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിൽ തന്നെ നമ്മൾ നടത്തുക. അത് മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക സംഘടനകൾക്ക് മാതൃകയാക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ പരിപാടി ചെയ്തത്. നമുക്കറിയാം, പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായി വേറിട്ട കൃഷി രീതി ചെയ്തുകൊണ്ട്, നിലക്കടല കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ 100% വിളവെടുത്ത പ്രിയപ്പെട്ട കർഷകരാണ് നമ്മുടെ ശരീരയായിട്ടുള്ള ഈ കർഷകർ. ഇതൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഈ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബാബു മശ്ശേരിയെ. അദ്ദേഹത്തെ ആദ്യമായി ശബ്ദം നിർവഹിക്ക് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എനിക്ക് ചിപ്പയ പ്രസിഡന്റ്. അദ്ദേഹത്തെയും വേദിക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്നത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഏത് പരിപാടികളിലും അവിടെ എല്ലാം എത്തിപ്പെടുന്ന ബഹുമാനപ്പെട്ട കുന്നത്ത് വേടുകാട്ടൻ, അതുപോലെ തന്നെ നാട്ടിലെ കർഷകരും സ്വന്തം നിലയ്ക്ക് തന്നെ വലിയ കൃഷിയിടം ഒരുക്കി അവിടെ കൃഷി ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ള അത്തീസ് വാളമാക്ക്, അതുപോലെ മുഴുവൻകുട്ടിക്ക, തൊണ്ടിക്കോട്, ഇവരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇതിൻ്റെ മറുപടിയായി ഈ പൽമേട്ടനുണ്ട്. പൽമേട്ടനെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി വിശദമായിട്ട് പ്രസിഡന്റ് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അധ്യക്ഷത വഹിക്കാൻ പ്രസിഡന്റ് എൻ കെ വിജി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ബാബു മശ്ശേരി സാർ, നേരത്തെയും നമ്മുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം വലിയ തിരക്കിനിടയിലും നമ്മുടെ സംഘടനയോടുള്ള പൂർവ്വം, അതിനോടുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് അദ്ദേഹം ഏൽക്കുകയും ആ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. മറ്റ് നമ്മുടെ വേദിയിൽ വിളിച്ചായിട്ടുള്ള വേണാട്ടൻ, മൊയ്തീൻകുട്ടി സാഹിബ്, അസീസ്, അതിലൊക്കെ ഉപരി നമ്മുടെ പൽമണേട്ടൻ, അസി കടലുണ്ടി, മനോജ് അടക്കമുള്ള കെബീർമാസ്, സി വി ബാവ, പിന്നെ ലേഖനനൊക്കെ അടക്കമുള്ള പ്രിയ സഹോദരന്മാർ, ഇന്ന് നമ്മുടെ ഇവിടെ ഒരുപാട് പരിപാടികൾ സ്വന്തം സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനസിക സംതൃപ്തിയോട് കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രക്ഷാധികാരി മാത്രമല്ല, നമ്മുടെ ഈ ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി, അതുപോലെ ഈ കർമ്മിൻ്റെ നേതൃത്വത്തിന് വേണ്ടി, ഇതിനു വേണ്ടി പ്രവർത്തനത്തിന് എന്നും മുതൽക്കൂട്ടായിട്ടുള്ള പരമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിന് അച്ഛൻ്റെ കാലം മുതൽക്ക് തുടങ്ങി വന്നിട്ടുള്ള ഈ കൃഷി അദ്ദേഹം അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തോ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് എൻ്റെയും കൂടി ഡിവിഷനായിരുന്നു മെമ്പറായിരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ ഇന്നറിയ അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ചക്കട കഴിച്ചിട്ട് മുണ്ടൊക്കെ മുടിച്ചിട്ട് ഇങ്ങനെ കൈക്കോട്ടിൻ്റെ പോകുന്നു. അല്ലെങ്കിൽ എന്താ സാധനം അവർക്ക് നെക്കട അത് എത്ര കാലം തുടങ്ങി ഒരുപാട് വർഷമായിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ആയാൽ പോരാ, നമ്മളൊക്കെ ഒന്ന് അറിയപ്പെടണ്ടേ. ബ്ലോക്ക് പഞ്ചായത്തൊക്കെ അത് ഇങ്ങനെ കൃഷി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ പരിപാടികളൊന്നും അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പരിപാടി ആയിരിക്കണം. ഇവിടെ ഞങ്ങൾ അറിയിക്കണം. നമുക്ക് പറഞ്ഞ കാര്യം ചെയ്യാം. ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഡിവിഷൻ മെമ്പർ എത്തിക്കാനെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് അവിടെ വെച്ചു. അതുകൊണ്ട് അത് പത്രക്കാരൊക്കെ ഏറ്റെടുത്തു. അത് വലിയ വൈറലായി. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണങ്ങൾ തുടങ്ങി. അത് പിന്നെ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും നെൽക്കടല കൃഷി, അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കടലുണ്ടി, അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വിത്തുകൾ നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദ്യങ്ങളായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക്, കർഷകരുടെ ഇടയിലേക്ക്, കർഷകർക്ക് പോലും കൂട്ടാകുന്ന മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു.
അങ്ങനെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുബൈന ബഷീർ പ്രോപ്പർട്ടി മെമ്പർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. എല്ലാ പത്രങ്ങളും യൂട്യൂബുകളും ഒക്കെ വന്നു. നമ്മുടെ രക്ഷാധികാരി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മിറ്റി ഗൗരവമായി അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ് നമ്മൾ നൽകണം എന്നുള്ള ആ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇന്നൊരു പരിപാടി നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ച് മൊയ്തീൻകായ കർഷകനാണ്, അസീസ് ഭായി കർഷകരാണ്. ഒരുവിധ ആളുകളൊക്കെ തന്നെ കർഷകരെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ബോധപ്രാപ്തികൾ മനോജിക്കുന്നത് പോലെ മറ്റ് കൃഷികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കടലക്കൃഷി ഇവിടെ നടത്തിക്കൊണ്ടുവന്നത് ഇവിടെ തമിഴ്നാട്ടിലാണ്. അതുകൊണ്ടും നമ്മുടെ രക്ഷാധികാരി എന്നുള്ള വിധമാണ് ശബ്ദം നടത്തുന്നത്. മാത്രമല്ല ഇന്ന് കൃഷി നമ്മൾ ഓരോരുത്തരും ബാബോട്ടരോട് പറയും, കൃഷി നമ്മൾ ചെയ്യേണ്ടതെന്ന് അനിവാര്യമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ വരുന്ന വിഷാംശം അടങ്ങിയ പച്ചക്കറികളാണെങ്കിൽ മറ്റുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നിവിടെ മാരകമായ രോഗങ്ങൾ പണം കൊടുത്ത് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെങ്കിൽ പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ കട്ടുമുളക്കി വളർത്തിയെടുത്ത് അതിൽ നിന്നൊരു തക്കാളി പച്ചമുളക് വളർത്തിയെടുത്തുകൊണ്ട് കറി ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തമായി കഴിയുകയാണെങ്കിൽ വലിയൊരു വിപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് മാറും. ഇന്ന് ഒരുപാട് അസുഖങ്ങളിലൊക്കെ തന്നെ നമ്മൾ അടിമപ്പെട്ടു പോകുന്നതിലൊക്കെ നിസ്സാരമായി കാണുന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഒക്കെ തരിക. അപ്പോൾ അത് നമ്മുടെ ഈ കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും കൃഷി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ നീട്ടി പറഞ്ഞ് പോകുന്നില്ല. ഞങ്ങളെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പാവത്തിന് അറിയാവുന്നതാണ്. 16 വർഷമായിട്ട് നിലനിന്ന് പോരുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഇടക്കാലത്ത് നമ്മുടെ ഇതിൻ്റെ സംഘാടകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഇടവേളത്തിന് ശേഷം വീണ്ടും ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ട് അതിൻ്റെ അംഗീകാരം മൊത്തത്തിൽ ലഭിച്ചു. ഇപ്പം കുറച്ച് പുസ്തക ശേഖരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനാണ്. ഒന്നും കൂടെ വിപുലീകരിച്ച് എടുക്കേണ്ടതുണ്ട് നമ്മുടെ സംഘടന. മറ്റ് വനിതാ അങ്ങനെയുള്ള കമ്മിറ്റികളും അതുപോലെ യുവാക്കളോട് എടുത്ത കമ്മിറ്റികളും രൂപീകരിച്ച് അങ്ങനെ നല്ലൊരു പ്രവർത്തനവുമായി നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിച്ചുകൊണ്ട് ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബാബുവിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അധ്യക്ഷൻ ആശംസാ അസീസ് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളിൽ ആദരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, കോവിഡ് കാലത്തും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു ആദരിക്കൽ പരിപാടി എന്നതിൻ്റെ പ്രാധാന്യം വെച്ചാണ് ഞാൻ ഈ പരിപാടി സംബന്ധിക്കാൻ തയ്യാറായി. അതിന് 3 കാരണങ്ങൾ. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച പത്മൻ, അദ്ദേഹത്തിൻ്റെ ക്ഷണം അറിഞ്ഞു. എൻ്റെ ശബ്ദം കടലുണ്ടി സാംസ്കാരിക മണ്ഡലത്തിൽ നല്ല സാന്നിധ്യം വഹിച്ചുകൊണ്ട് സംഘടനയാണ്. 2 or 3 ഘട്ടങ്ങളിൽ ഇതിൻ്റെ പരിപാടികളിൽ സംബന്ധിക്കുന്നു. ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന സുകുമാർ അഴീക്കോട് പങ്കെടുത്തുകൊണ്ട് ഞാനുണ്ട്. വീണ്ടും ഇവിടെ തന്നെ ഒരു ആദരിക്കൽ പരിപാടി സുന്ദരങ്കല്ലായി പല ഘട്ടങ്ങളിലും നിങ്ങളെ പരിപാടിയുമായി സംബന്ധിച്ചിട്ടുണ്ട്. അതാണ് 2ാമത്തെ. അതിലേറെയുള്ളൊരു പ്രാധാന്യം ഫൽഗുനാണ് ഈ കർഷകൻ എന്നുള്ളത്. ഫൽഗുനൻ നീണ്ടകാലം എൻ്റെ ഒരു സുഹൃത്താണ്. ഫൽഗുനൻ എന്ന സുഹൃത്തിനെ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഭാര്യയും ഫൽഗുനനും
ഒരേ സ്ഥാപനത്തിൽ ഫറൂഖ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാര്യ അവിടുത്തെ സെക്രട്ടറിയായി അവിടെയും മാനേജർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊക്കെ നിരന്തരമായി ബന്ധപ്പെടുകയും വീടുകളുമായുള്ള ബന്ധങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടു. ഈ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ചുണ്ട്. ഏതായാലും കാർഷിക സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി സംബന്ധിക്കാം എന്ന് ആലോചിച്ചു. പൽഗുനൻ കാർഷിക രംഗത്ത് വേറിട്ട ഒരു കൃഷി ഇവരാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിരവധി കൃഷികളുണ്ട്. പക്ഷെ ആരും നിലക്കടല കൃഷി നടത്തും. അത് അദ്ദേഹത്തിന് പരമ്പരാഗതമായ ഒരു കൈവന്ന ഒരു ശേഷിയാണ്. പൂർവികന്മാർ തുടങ്ങി വെച്ച ആ നിലക്കടല കൃഷിയെ കൈയൊഴിയാതെ അവർ ബാങ്ക് ജീവനക്കാരനായിരിക്കുമ്പോഴും പൊതുപ്രവർത്തനായിരിക്കുമ്പോഴും അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാതെ അതിനെ നിലനിർത്താൻ ഉള്ള ഒരു ശ്രമം നടത്തി ഇതുവരെ വന്നു എന്നുള്ളത് വലിയ പ്രാധാന്യം. അതിന് തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ചെണ്ടുമല്ലി, അല്ലേ, ചെണ്ടുമല്ലിപ്പൂ കൃഷിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുറച്ച് നെല്ലും തെങ്ങും അതുപോലെ തന്നെ റബ്ബറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മാത്രമാണ് നമ്മൾ ഒഴിഞ്ഞു മാറാറുള്ളത്. കാർഷിക വൃത്തിയുടെ തലം ഒരുപാട് വിസ്തൃതമാണ്. ഭൂകൃഷിയുടെ പ്രാധാന്യം ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. പക്ഷേ ഇപ്പം ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായി നൽകുന്നു. ഇവിടെ തന്നെ കടലുണ്ടിയിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വന്നിട്ടുണ്ട്. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തന്നെ വനിതകളുടെ ഒരു ഗ്രൂപ്പ് നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ. അപ്പം ഇതിന് സാധ്യതയുണ്ട്. ഈ സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പിഴവ്. ഒന്നും കിട്ടിയില്ലെങ്കിലും അത് കാണാനെങ്കിലും ഒരു ഭംഗിയാണല്ലോ. പക്ഷെ നല്ല ഡിമാൻഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഓണക്കാലത്ത് ഇത്തിരി ഡിമാൻഡ് കുറയും, വിലയും കുറയും. ഇപ്പം വില കൂടുതലാണ്. ഇപ്പം അന്നത്തേക്കാൾ വില കൂടുതലാണ്. ഓർഡർ സ്വീകരിക്കാൻ ആളുകൾ വരുന്നുണ്ട്. പൂവ് വേറെന്തോ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്നു. അതെന്തിനാ പറയുന്ന പെയിന്റ് നിർമ്മാണത്തിൽ പൂവ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന് നല്ല പ്രാധാന്യമുണ്ടെന്നല്ലേ തെളിയിക്കുന്നത്. ആ ഒരു പ്രവർത്തനം നടത്തി എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ആ പ്രത്യേകത ശരിക്കും നമ്മൾ പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പറയേണ്ടതാണ്. അത് ഫൽഗുനെ പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, എന്ത് രംഗത്ത് കൃഷി ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് അമാന്തിച്ച് നിൽക്കുന്നവരുടെ മുമ്പിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ജീവിത വരുമാനത്തിലേക്ക് ഒരു വരവ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്നു. തീർച്ചയായും അത് വലിയ തോതിലുള്ള ഗുണം വ്യക്തിപരമായും ഓരോ കുടുംബത്തിനും ലഭ്യമാകുന്നത്. ഇപ്പൊ നിലക്കടലയിലും അതുപോലെ തന്നെ ഈ ഭൂകൃഷിയിലും രണ്ടിലും പ്രാവീണ്യം നേടിക്കൊണ്ടാണ് ഫൽഗുൻ പ്രവർത്തിക്കും. ഫൽഗുന്റെ തോട്ടം ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കണ്ടത്. ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് എൻ്റെ സഹോദരൻ. അദ്ദേഹം ഒരു സന്ദർശനം നടത്തുന്നു. ഒന്നിലെ രണ്ടാഴ്ച. അപ്പോൾ അതിൻ്റെ ചിത്രത്തിൽ ഞാൻ ഈ ചെണ്ടുമല്ലി പൂക്കൾ അന്ന് കാണുന്നില്ല. അത് നല്ല സാധ്യതയാണ്. ഈ സ്വീകരണം ഫൽഗുനിന് നൽകുമ്പോൾ ഡോർ ടു ഡോർ ഈ കൃഷിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലൊരു ക്യാമ്പയിന് തുടക്കം കൊടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തോട്ടം ഉണ്ടാക്കുന്നതിൽ മുന്നിലാണ്. നഴ്സറികളുടെ മുന്നിൽ ആളുകൾ ക്യൂ ആണ്. എത്ര പണമില്ലെങ്കിലും ഇതിനു വേണ്ടി കണ്ടെത്തി ചട്ടിയും അതുപോലെ പൂക്കൾ അല്ലെങ്കിൽ
ഇലച്ചെടികളും വളർത്തുന്നതിൽ വലിയ പണം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തേ ആ സ്ഥാനം ഈ ഇതുപോലെ കൃഷിക്ക് എന്ത് വലിയ പൂക്കൾ നമ്മുടെ കെട്ടിപ്പോകുന്ന എന്നത് വന്നു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കടലുണ്ടി പഞ്ചായത്ത് ചെണ്ടുമല്ലിപ്പൂവിലൂടെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി തീരുന്ന ഇങ്ങനെയുള്ള നടന്ന സംരംഭങ്ങളിലൂടെയൊക്കെ അത് ലോകം അറിയാൻ തുടങ്ങി. അപ്പം അത് ഒരു പുതിയൊരു അധ്യായം തുറക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ചെറിയൊരു ഭൂമിയായിട്ട് നമുക്കുണ്ടാവില്ല. പഴയ വീട്ടിലെ തോട്ടത്തിലൊക്കെ എന്തായാലും കുറേ ചെട്ടികളുണ്ട്, മഞ്ഞയും ഒക്കെ കാണുമ്പോൾ അതൊരു മനസ്സിന് തന്നെ ഒരു കുളിർമയായിരുന്നു. അതൊരു വിശാലമായ സ്ഥലത്താണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനില്ലല്ലോ. അപ്പം അതിന് സാധ്യത നല്ല തോതിൽ നിൽക്കുന്ന ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ കാർഷിക മേഖലയുടെ സമസ്ത മേഖലയെയും നമുക്ക് ആശ്ലേഷിക്കാൻ കഴിയണം. നെല്ല് കൃഷി ചെയ്യാൻ കഴിയുന്ന നെല്ല് കൃഷി ചെയ്യണം. തെങ്ങിൻ്റെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അതിന് ചെയ്യാറുള്ളത് അതിൻ്റെ മേഖലയിൽ പിന്നെ കോഴി വളർത്തലും ആട് വളർത്തലും പശു വളർത്തലും തുടങ്ങിയ കാർഷിക വൃത്തിയുടെ വിവിധ തലങ്ങൾ നമ്മുടെ ദാരിദ്ര്യ ദുരിതത്തിനെ അകറ്റാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ പ്രവർത്തനം. അതിപ്പം നല്ല പ്രോത്സാഹനം സർക്കാർ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് സുഭിക്ഷ എന്നൊരു പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിച്ചു. പ്രോത്സാഹനകരമായ നിരവധി സഹായങ്ങളും അതിന് ആവിഷ്കരിച്ചു. നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്താനും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങാനുമാണ്. എന്നും നമുക്കിതുപോലെ പുറമേ നിന്നും ജീവിക്കാൻ ആവശ്യമായ ചരക്കുകളൊന്നും ലഭ്യമാവില്ല. ഈ കോവിഡ് കാലത്ത് നമ്മുടെ മുമ്പിലത് പഠിപ്പിച്ചു. നമുക്ക് വരേണ്ടുന്ന അരിയോ പലവ്യഞ്ജനങ്ങളോ തുടങ്ങിയ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പോൾ ഡൽഹി സമരത്തിലാണ്. അവർക്ക് കോവിഡ് കാലത്ത് വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടാത്തത് കൃഷിയും ഉണ്ടാകുന്നില്ല, ഉത്പാദനവും കുറയാണ്. അത് എവിടുന്ന് വരും? വരാനില്ലാതെ പോയാൽ എന്തെടുത്ത് നമ്മൾ ഉപയോഗിക്കും? ഈ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ ചോദ്യം നമ്മുടെ കോവിഡ് കാലത്തെ ചീഫ് മിനിസ്റ്ററുടെ പത്രസമ്മേളനത്തിലൂടെ വന്നപ്പോൾ ആരും ഒരു സംഘാടനവും നടത്താതെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആരും സംഘാടനം നടത്താതെ സ്വയം ആളുകൾ കൈപോട്ടും പിക്കാസും എടുത്ത് പറമ്പ് കുത്തിക്കളയ്ക്കാൻ തുടങ്ങി. കപ്പയാണെങ്കിൽ കപ്പ, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ എന്താണ് സാധ്യത നിങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ കപ്പ അങ്ങോട്ട് വർദ്ധിച്ചു, അതിന് വില കുറഞ്ഞു. അപ്പൊ കപ്പയെ ഉപയോഗിച്ച് മറ്റു വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലേക്ക് സർക്കാർ തിരിയുന്നു. അപ്പൊ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല, വില കുറവിന്റെ പ്രശ്നം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യപ്രതിസന്ധിക്കും നമ്മുടെ ഭക്ഷ്യക്ഷാമത്തിനൊക്കെ നല്ല പരിഹാരം കാണാൻ കൃഷി നമ്മൾ പ്രധാനമായി നമ്മുടെ എല്ലാം ആധാരത്തിൽ, പഴയ ആധാരത്തിൽ സ്വസ്ഥം കൃഷി ഗൃഹഭരണം എന്നാണ് എഴുതി വെച്ചത്. ഇപ്പോഴാണ് അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് പോയിട്ട് ആത്യന്തികമായി നമ്മളെല്ലാം കർഷകരായി ആ കാർഷിക സംസ്കൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പം എൻ്റെ കയ്യിൽ ഭൂമിയില്ല, മറ്റൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഫലമുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ 5-10 ഏക്കറൊക്കെ നെൽകൃഷിയും വാഴക്കൃഷിയും വലിയ തോതിൽ ലാർജ് സ്കെയിലിൽ നടത്തുന്ന ആളുകളുടെ രംഗപ്രവേശം വൻതോതിൽ നമ്മുടെ നാട്ടിൽ വന്നു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ, അയൽ സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറിയെ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ. ആ ലോറി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കില്ല, കറിക്ക് ആവശ്യമായത് നമുക്ക് ലഭ്യമാകും, ഉപ്പേരിക്ക് ആവശ്യമായ ലഭ്യമാണ്. അവ കൊണ്ടുവരുന്നത് കൊടും വിഷമാണ്. നമുക്ക് തരാൻ വേണ്ടി വന്നാലും അതിവിടെ നമ്മുടെ കടയിൽ കുറച്ച് ദിവസം ഇങ്ങനെ നല്ല പ്രസരിപ്പോടുകൂടി നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഏറ്റവും മാരകമായ ലായനിയിൽ, വിഷലായനിയിൽ മുക്കി വെച്ച് അത് ഊറ്റിയെടുത്തിട്ടാണ് കൊണ്ടുതരണം. അത് അരിഞ്ഞ് നോക്കി നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരും കൊന്നുകൊണ്ടിരിക്കും. ഈ യാഥാർത്ഥ്യം നമുക്കറിയാം. കാരണം മാർഗം എന്ന് ചോദിച്ച് നിൽക്കണം, മാർഗത്തിലേ ഉള്ളൂ.
നാട്ടിൽ കൃഷി ചെയ്യുക നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. അപ്പം അതിന് ഒരു തുടക്കം ഒരു കർഷകനെ ആദരിക്കുന്നതിലൂടെ കർഷകൻ ആദരിക്കപ്പെടുമ്പോൾ തന്നെ കാർഷിക മേഖലയുടെ ചെറുതും വലുതുമായ തലങ്ങളെ വിപുലപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഫൽഗുനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ നിലക്കടല കൃഷി പ്രവർത്തനം നമുക്കാർക്കും ഇതുവരെ കൊണ്ടു തന്നിട്ടൊന്നുമില്ല അല്ലേ? നിലക്കടല ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നന്നായി കൃഷി ചെയ്തില്ല, ഉണ്ടായാൽ അങ്ങനെ ഒരു കൃഷിയിലൂടെ അദ്ദേഹം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഭൂമിയിലൂടെ കയറി ഭൂമിയിലൂടെ കൂടി ഒരു മേൽവിലാസം ഉണ്ടാക്കി. അദ്ദേഹം നേരത്തെ സി ഫൽഗുനൻ, സി അല്ലേ, സി ഫൽഗുൻ മാത്രമേ അറിയപ്പെട്ടിരുന്നു. ഇപ്പൊ അവിടെ പുതിയ മേൽവിലാസം ഉണ്ടാക്കി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നല്ലൊരു നിലക്കടല കൃഷിക്കാരൻ, നല്ലൊരു ചെണ്ടുമല്ലി കൃഷിക്കാരൻ. അപ്പൊ പുതിയ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുക. അപ്പൊ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. തീർച്ചയായും നിങ്ങൾ ശബ്ദം സാംസ്കാരിക വേദി ഇങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുത്തി അനുമോദിക്കാൻ തയ്യാറാകുന്നതിന് അദ്ദേഹത്തിന് ഒരു ഊർജമാണ്. അദ്ദേഹത്തിന് ഈ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലൊക്കെ ഇതിൻ്റെ ഒരു സംഘാടകനായി കുറേയേറെ ഇടപെടാൻ കഴിയും. നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയുടെയൊക്കെ ഭാഗമായുള്ള കൃഷിയെ പരിപോഷിപ്പിക്കാൻ കഴിയും. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമാണ് ഇങ്ങോട്ട് കയർന്നു വന്നത്. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാക്കിയ ഒരു പദ്ധതി. നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിയ പ്രോജക്റ്റാണത്. അന്ന് ആവിഷ്കരിച്ചു വെച്ച ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇവിടെ പൂവുണ്ടായി വലിയ തോതിൽ. അതൊരു മാറ്റമാണല്ലോ കാണിക്കുന്നത്. ഇനിയും നമ്മൾ കാണാത്ത പലരും നമുക്ക് കൃഷി ചെയ്യാൻ ഉണ്ടാവും. അതിലൊക്കെ കയറി 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 മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഇവിടെ ഫൽഗുനെ ആദരിക്കുമ്പോൾ ശബ്ദം സാംസ്കാരിക വേദി കൂടി ആദരിക്കപ്പെടുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടി ആദരിക്കപ്പെടുക എന്നൊരു കാര്യം. അതുപോലെ സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ ഈ കടലുകളുടെ ഒരു ശബ്ദമായി നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയണം. ഞാനൊരു നിർദ്ദേശം വാക്കാൽ അവരോട് പറഞ്ഞു. പുസ്തക ശേഖരത്തിന് ഒരു പുസ്തക പൈറ്റ് സംഘടിപ്പിക്കാൻ പറഞ്ഞു. നമ്മളെ പണപ്പൈറ്റ് പോലെ എല്ലാ വീട്ടിലും എത്തിച്ച് സന്ദേശം എത്തിച്ച് ആ വീട്ടിലുള്ള പുസ്തകങ്ങളെ എല്ലാം ഒരു ദിവസം വരെ ആളുകൾ കൊണ്ടുവരിക. രാവിലെ മുതലേ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അത്ര ലിസ്റ്റ് അപ്പോൾ വളരെ പുസ്തകങ്ങളാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് ആരംഭിച്ചിട്ട് അതിലൂടെ പുസ്തകം ഉണ്ടാക്കി ഒരുപാട് ഗ്രന്ഥശാലകളെ വായനശാലകൾ അവർക്ക് കുറേപ്പടി വടക്കൊട്ടാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സംഘടിപ്പിച്ചാലൊക്കെ അതിൻ്റെതായ മാറ്റം അവർക്കേതായാലും ശബ്ദം ഇങ്ങനെ പരിപാടി എടുക്കില്ല. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൽഗുനൻ ഈ കൃഷിയെ വ്യാപിപ്പിച്ചു. ഈ കടല കൃഷിയൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് പരിചയപ്പെടുത്താൻ കിട്ടിയാൽ ഉപയോഗിക്കുകയും അവിടെ ഒരു കൃഷി യഥാർത്ഥം കേട്ടിട്ടില്ല. ഫൽഗുന പോകാനല്ലേ, വിത്തും നിങ്ങൾ തരുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകട്ടെ. ഒരു നല്ല തുടക്കമാകട്ടെ ഫൽഗുനൻ്റെ ഈ തുടക്കം. അതുകൊണ്ട് നിലക്കടല കൃഷിയിലും ചെണ്ടുമല്ലി കൃഷിയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അധ്വാനവും ശേഷിയും കഴിവും പ്രയോഗിച്ച ഫൽഗുനെ പ്രത്യേകമായി നിങ്ങളെയൊക്കെ ശബ്ദത്തോടുകൂടി ഞാൻ അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. കർണാടക അണിക്കുന്നതിന് വേണ്ടി
അടുത്തതായി ആശംസാ പ്രസംഗമാണ്. അതിനുവേണ്ടി നമ്മുടെ പരിപാടിയിലൊക്കെ സഹകരിച്ച് പോകുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഒന്നത്ത് വേണം അവരുടെ സാംസ്കാരിക രംഗത്തും ലൈബ്രറി രംഗത്തും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കടലുണ്ടിയുടെ സാരഥികളെ, നാടകരംഗത്തും ഭരണരംഗത്തും തൻ്റെ പ്രാവീണ്യം തെളിയിച്ച ഇന്നത്തെ വിദ്യാർത്ഥി ബാബു പാലശ്ശേരിയാണ്. സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതർത്ഥത്തിലാണ് എന്നോട് ക്ഷണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാന്ദർഭികമായി പറയുകയാണെങ്കിൽ ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷന്റെ കൃഷിയുടെ ചുമതലക്കാരനാണ് ഞാൻ. അത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഇത് ഒരു യുക്തമായ വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്. കൃഷി ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ആക്ഷൻ പ്ലാൻ കഴിഞ്ഞതാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് സമഗ്രമായ ഒരു രൂപത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട പൽഗുനൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ്. ഞാൻ മലയാളം അധ്യാപകനായ നമ്മുടെ എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പൽഗുനൻ ഈ രംഗത്ത് വിഹരിക്കുന്ന ആളാണെന്ന് അടുത്ത ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് നമ്മൾ കൃഷിയെ വളരെയധികം ഗൗരവത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയിൽ പലതരം കൃഷിയുണ്ട്. ഇപ്പോൾ പറഞ്ഞ പുഷ്പ കൃഷി, പിന്നെ ഈ മെഡിസിനൽ പ്ലാന്റ്സ്, അതൊക്കെ വളരെ സ്കോപ്പുള്ള കാര്യങ്ങളാണ്. മത്സ്യകൃഷി, അങ്ങനെ പല കൃഷികളുണ്ട്. അപ്പോൾ അതൊക്കെ പത്മനറിയാം എങ്ങനെയാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. മൽഗുനെ പോലെയുള്ള ഇവിടെ മൊയ്ലിക്കുട്ടിയെ പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം അതിനുള്ള ആക്ഷൻ പ്ലാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫൽഗുനെ ആദരിക്കാൻ ശബ്ദം കടലുണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇപ്പൊ ശബ്ദം കടലുണ്ടി ഞാൻ നേരത്തെ പറയാൻ ബിജിക്കോയെ സംബന്ധിച്ചിടത്തോളം പണ്ട് എണ്ണൻപിള്ള പറയും, കാവാലി കഴിഞ്ഞപ്പം പറഞ്ഞു, നിങ്ങളിതിൻ്റെ ഡയലോഗ്സ് ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാലത്ത് ഇത് പ്യൂരിഫിക്കേഷൻ ബൈ സാറ്റയർ ആണ്. അതായത് പരിഹാസത്തിലൂടെ സമൂഹത്തെ ശുദ്ധീകരിക്കുക. ബിച്ചിക്കോയുടെ കൂടെ കൂടിയാൽ ചിരിക്കാത്ത ആളും ചിരിക്കും. കാരണം ബിച്ചിക്കോയ ആ രീതിയിലാണ് ബിച്ചിക്കോയുടെ സംസാരങ്ങൾ. അപ്പം ബിച്ചിക്കോയ ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും അതിൽ എത്തിപ്പെടും. അപ്പം ബിച്ചിക്കോയെ പോലുള്ള ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന ഈ ശബ്ദം സാംസ്കാരിക നിലയാണ്. ഒരു കാരണത്താലും പുറകോട്ട് പോയില്ല എന്നുള്ള തർക്കത്തിന് വസ്തുതയാണ്. അതിന് ബീജാവാപം ചെയ്ത വിനോയെ പോലുള്ള ആൾക്കാരോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മനോജ് മലയ്ക്കൽ, പത്മൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ ഈ ശബ്ദം കടലുണ്ടിക്ക് ഈ രംഗത്ത്, സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മാത്രമല്ല കൃഷിയും തനിക്ക് ചേരണമെന്ന് തെളിയിച്ച ഫൽഗുനെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ശബ്ദം കടലുണ്ടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ പ്രസംഗിക്കുന്നു. അടുത്തതായി നമ്മൾ കടലുണ്ടി റെയിൽവേ ഗേറ്റിന് കിഴക്ക് ഭാഗത്ത് തോട്ടം തന്നെ ഉണ്ടാക്കി പല തരത്തിലുള്ള പൂവുകളാണെങ്കിലും മറ്റു കൃഷികളാണെങ്കിലും ഒക്കെ അത് ഉത്പാദിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന നമ്മുടെ മൊയ്ലിക്കുട്ടി സാഹിബ് അദ്ദേഹം 2 വാക്കുകൾ സംസാരിക്കുകയായിരുന്നു. സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു സംഭാഷണം നടത്തിയിട്ട് ഇതുവരെ പരിചയമില്ല. ഇത് കൃഷിയുടെ ഒരു ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുത്താണ്. വേദിയിരിക്കുന്ന അധ്യക്ഷൻ പ്രിൻസിപ്പായ ബാബു സാറ്, പനക്കൽ, എൻ്റെ സുഹൃത്ത് പൽഗുനായ സുഹൃത്ത് അസീസ്, വേദിയിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ആദ്യമായി നന്ദി പ്രയോഗിച്ചു.
ഞാനൊരു കൃഷിക്കാരനാണ്. പക്ഷെ ഞാൻ പാരമ്പര്യമായിട്ട് ഒരു കൃഷിക്കാരനാണ്. കാരണം എൻ്റെ ഫാദറാണ് എൻ്റെ ഗുരു. ഒരു 50 വർഷം മുമ്പ് കടലുണ്ടിയിൽ ജാതിക്ക എന്നൊരു സാധനം പരിചയപ്പെടുത്തിയത് എൻ്റെ പിതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് വാവലെടുത്തുകൊണ്ട് പല വീടുകളിലൊന്ന് ജാതിക്കൻ്റെ മരം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ പിന്നീട് എല്ലാവരും അത് വെച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറത്തിന് ഒരു യാതൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്കും, അതായത് നമ്മൾ മൊബൈലിൽ ചിലവാക്കുന്ന 1 മണിക്കൂർ കൃഷിക്ക് വേണ്ടി നമ്മളെ യുവാക്കൾ ചിലവഴിക്കുകയാണെങ്കിൽ വളരെ വളരെ നന്നായിരിക്കും. കാരണം അത്ര മാരകമായ വിഷടിച്ച പച്ചക്കറിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കറിവേപ്പെടുത്താം. കറിവേപ്പ് കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വ്യക്തി അവിടുത്തെ ഹോൾസെയിലായിട്ട് പിന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറുകൾക്ക് നാട്ടിൽ നമ്മളെ കടലുണ്ടിൽ എത്തുമ്പോൾ ഒരാഴ്ച കഴിയും. പക്ഷെ അതിന് ഒരു താറും ഒരു ഓട്ട പോലും നേരെ മറിച്ച് ഞാനൊക്കെ എൻ്റെ ഫാമിൽ വെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോൾ പഠിക്കും. കാരണം അത്ര മാരകമായിട്ട് വിഷം കഴിക്കുന്നത്. ഇവിടെയാണ് മാസിക വായിക്കാനായിട്ട് സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഒരു ലേഖനമുണ്ട്. അതൊരു സിനിമ ഷൂട്ടിങ്ങിന് തമിഴ്നാട്ടിലോ ഉത്തരേന്ത്യയിലൊക്കെ പോയി. അപ്പോൾ അയാൾ ഷൂട്ടിങ് നടന്നുകൊണ്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ ആ മുന്തിരിത്തോട്ടത്തിലാണ് ഷൂട്ടിങ് നടത്തുന്നത്. അപ്പോൾ മുന്തിരിത്തോട്ടം സന്ദർശിച്ചപ്പോൾ അയാൾക്ക് കാണാൻ കഴിയുന്നു വിഷം കലക്കിയ പാത്രം ഓരോരോ പോലെ കുത്തിയെടുക്കുക. ഓരോരോ പോലെ ഞാനതൊക്കെ കഴിഞ്ഞപ്പോൾ സ്ഥലത്ത് ഒരു 5 സെൻറ്റ് വേറെ സെപ്പറേറ്റ് കെട്ടിയിരിക്കും. അപ്പോൾ അയാൾ പഠിക്കാനോട് ചോദിച്ചു, എന്നാൽ ഒരു 5 സെൻറ്റ് അത് മറ്റൊരു കേരളത്തിൽ കീഴിലേക്കാണ്, ഇത് ഒരാളുടെ വീട്ടിലേക്കുണ്ടാകും. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പം നമ്മളെ യുവ തലമുറ ശബ്ദം കടന്നുകൊണ്ടിയുടെ ഈ പരിപാടിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇത്തരം ഒരു പരിപാടി ഇവിടെ ആരും സംഘടിപ്പിച്ചിട്ടില്ല. ഒരു ഗ്ലൂക്കോസ് ഒരു കർഷകർ ഒരു ഗ്ലൂക്കോസ് കിട്ടുന്ന മാതിരിയാണ്. എനിക്ക് പല അവാർഡ് കാരണം എൻ്റെ വിശ്വാസം തരുന്നുണ്ട്. പിന്നെ സ്പേസ് വട്ടപ്പണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആദരിച്ചത് നമ്മുടെ വാട്ടർ റെസിഡൻസ്. അപ്പോൾ നമുക്കൊക്കെ ഒരു ആർട്ട് കിട്ടണം, ഒരു എനർജി കിട്ടണം, വീണ്ടും വീട്ടിലേക്ക് അറിയാൻ വേണ്ടി. ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ അതോടെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം, ഇനി നല്ല ക്ലാസ്സുകൾ, നല്ല റിട്ടയർഡ് പിന്നെ കൃഷി ഓഫീസേഴ്സ്, നല്ല നല്ല കൃഷിയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന നല്ല നല്ല ആളുകളുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് ഒരു 2 മാസം മുമ്പ് ഇവിടെ ക്ലാസ്സാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുകൊണ്ട് ഈ ശബ്ദം കടന്നുണ്ടെങ്കിൽ നമ്മുടെ പലതിനായിട്ടും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിക്കും. പക്ഷേ ഒരു യുവ കർഷകൻ ഏത് രീതിയെ കണ്ടു പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കർഷകരുടെ സുഹൃത്തുമായ ശ്രീ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്റ്റേജിൽ ഓഡിറ്റോറിയത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കർഷക പ്രേമികൾ, നമ്മുടെ വായനശാലയുടെ പ്രോഗ്രാം ഒരു നല്ല കാര്യത്തിനാണ് ഇവിടെ വന്നത്. ഞാൻ നേരം വൈകി പോയി. കാരണം എന്താ വെച്ചാൽ 5 മണിക്ക് ഞങ്ങൾ പരിപാടി തന്നെ ഞങ്ങളുടെ വീട്ടിലെടുത്ത് കൊറോണ ബാധിച്ചൊരു വീടുണ്ട്. ആ വീട്ടിൽ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മണിക്കാണ് വരുന്നത്. അപ്പോൾ അവർ കൂട്ടി പോയി സാനിറ്റൈസ് ചെയ്ത് ആ ഭാഗത്തൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവൃത്തിയിലായതുകൊണ്ടാണ് അല്പം നേരം വൈകിയത്. സൽമണിൻ്റെ വിളയെടുപ്പിൽ പോയ ഒരാളാണ്. ആ വിളയെടുപ്പിന് പോയ സമയത്ത് ഒരു 10-20 സെൻറ്റ് സ്ഥലത്ത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്തത്. ഒരു ഭാഗത്ത് പിന്നെ കടലയും മറ്റൊരു ഭാഗത്ത് ഒരു 10 സെൻറ്റോളം ഉണ്ട്, 10 സെൻറ്റോളം സ്ഥലത്ത് ചെണ്ടുമല്ലി പൂക്കൾ. വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയുണ്ട്. വർഷങ്ങളായിട്ട് ശ്രീ സൽമൺ അത് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേണ്ടപ്പെട്ട രീതിയിൽ ഇന്ന് വരെ ആദരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കാൻ പറ്റും. ഏതായാലും ശബ്ദം കേട്ടുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ, ഒരു കൃഷിക്കാരനെ, ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാളെ അല്ലെങ്കിൽ ഇത്തരം ഒരാളെ ആദരിക്കാൻ തോന്നിയാൽ വളരെ
വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ സർക്കാരിൻ്റെ കൈകളിലൂടെ ഒരുപാട് പണം കൃഷിക്കായിട്ട് ചെലവാക്കുന്നുണ്ട്. ഞാൻ കുറേ കാലം മുമ്പ് ഒരു കണക്ക് നോക്കി. ആ കണക്ക് പ്രകാരം ഓണത്തിന് ഒരു കൊട്ട പച്ചക്കറി എന്നുള്ള നിലയിൽ അന്ന് ചെലവാക്കി, കുറെ മുമ്പുള്ള അന്ന് ചെലവാക്കിയത് 20 കോടി രൂപ. ഈ 20 കോടി രൂപ ചെലവാക്കിയത് നാട്ടിനെന്തെങ്കിലും ഉപകാരപ്രദമായിരുന്നോ എന്ന് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരുവിധ ആളുകളൊക്കെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ. ഞങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ ഞാനൊരു റെസിഡൻസിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാ വെച്ചാൽ എല്ലാ വീട്ടിലും കൊണ്ടുപോകും ഈ പക്ഷെ ഒരാളും കൃഷി ചെയ്തായിട്ട് കണ്ടില്ല. പിന്നെ ഞങ്ങളൊരു പരിപാടി ഓണത്തിന് ഒരു പരിപാടി വെച്ച് ഞങ്ങൾ പിന്നെ സമ്മാനം കൊടുക്കുക, ഏറ്റവും നല്ല കർഷകന് സമ്മാനം കൊടുക്കുക. അപ്പോൾ 2-3 ആൾക്കാർ വളരെ ഉഷാറായിട്ട് വെച്ചു. ആ 3 ആൾക്ക് സമ്മാനം ഒഴിവാക്കി ആരും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ കർഷകരുടെ ഒരു രീതിയാണ്, കാർഷിക രീതിയാണ്. കാരണം അവർക്ക് കൃഷി ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക, എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്താൽ സർക്കാരായാലും ശരി, ബാക്കിയുള്ള കൃഷി ഭവനങ്ങളായാലും ശരി, പിന്നെ പഞ്ചായത്തുകളായാലും ശരി, എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കൃഷിയോട് ഇപ്പോഴും വിമുഖതയാണ്. പണ്ടൊക്കെ പറയാറുണ്ട് കൃഷിയൊക്കെ വളരെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ നഷ്ടമുള്ള പരിപാടിയാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യുന്നതിൽ അത്ര വലിയ നഷ്ടം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൃഷി ചെയ്യാനുള്ള ആഗ്രഹവും കൃഷി ചെയ്യാനുള്ള താല്പര്യവും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. മാത്രമല്ല സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തിലൂടെ സർക്കാരുമായി ബന്ധപ്പെട്ട കുറേ ആളുകളിലൂടെ പറയാം. ഈ ചെലവാക്കുന്ന പണം, സർക്കാർ ചെലവാക്കുന്ന പണം യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനൊരു കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. ആരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്, ആർക്കെല്ലാം താല്പര്യമുണ്ട്, അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. 13 എനിക്ക് തോന്നുന്നത് യാതൊരു കൃഷിഭവനായിട്ടോ സർക്കാരിൻ്റെ രീതിയിൽ യാതൊരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ മാതിരി ഒരുപാട് ഇദ്ദേഹം മാത്രമല്ല, ഇതുമാതിരി പല ഭാഗങ്ങളിലും പല ആളുകളും പിന്നെ കൃഷി ചെയ്യുന്ന ആളുകൾ, താല്പര്യമുള്ള ആളുകൾ, അവരടുത്തേക്കൊന്നും സർക്കാരിൻ്റെ പരിപാടി എത്തിച്ചേരുന്നില്ല. സർക്കാരിന് പൈസ ചെലവാക്കാനും അതിന് ഒരു മാർഗങ്ങൾ, ആ മാർഗങ്ങളിലൂടെ ചെലവാക്കാനൊക്കെ പറ്റുള്ളൂ. സർക്കാരിന് ഓരോരോ ആളുകളും വീട്ടിൽ പോയിട്ടില്ല. പക്ഷേ സർക്കാരിന് ഇന്ന് വരെ കൃഷി ഓഫീസറുടെ ഒന്നുണ്ടോ ഇല്ലല്ലോ. ഇത്രയും കാലമായിട്ട് പേപ്പറുകളിൽ വന്ന് മറ്റുള്ളവരിൽ നിന്ന് എല്ലാം വന്നു. കൃഷി ഓഫീസർ അവിടെ പോയിട്ടില്ല. ആരുടെ വിട്ടാണ്? സർക്കാരിന്റെ വിട്ടാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുമാതിരിയുള്ള ആളുകളും ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നുകൂടാം. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത്. വിജയത്തിലെ കൃഷി ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനം നൽകുന്നു. പിന്നെ ശബ്ദം കെട്ടുണ്ടിയെ പറ്റി എനിക്ക് 2 ഓപ്ഷനെ പറയേണ്ടത്. ഞാൻ കുറേ കാലമായിട്ട് ശബ്ദം കെട്ടുണ്ടിയുടെ പ്രവർത്തനത്തെ പറ്റി വളരെ നല്ല രീതിയിൽ പോയി. ഞാൻ പണ്ട് പ്രബോധി വായനശാലയിൽ, സർവോദയ വായനശാലയിലൊക്കെ പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ മാസത്തിൽ ഒരു ദിവസമാണ് ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്താറുള്ളത്. മാസത്തിലൊരു ദിവസം പ്രബോധന വായനശാലയിൽ മാസത്തിലൊരു ദിവസം മുമ്പ് കൃത്യമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ കഥ അവതരിപ്പിക്കൽ, പിന്നെ മറ്റുള്ള ചർച്ചകൾ, എല്ലാ കാര്യങ്ങളും ഓരോ വിശിഷ്ട വ്യക്തികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാസത്തിലൊരിക്കലും. ഇപ്പോൾ കുറേ കാലമായിട്ട് അത് നടക്കാറില്ല. കാരണം അത് മറ്റൊരു ചില കാര്യങ്ങൾക്കുണ്ടാകും, കാര്യങ്ങളൊന്നും കൂടെ പറയാനായിരുന്നു. അപ്പോൾ ശബ്ദം കണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പല കാര്യങ്ങളും ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുമാതിരിയല്ല സാഹിത്യകാരങ്ങൾ, ഇപ്പോൾ കഥാചർച്ചകളുണ്ട്, അങ്ങനെ പല ചർച്ചകളും ഞാനൊക്കെ വളരെ കമൻറ്റുകളൊന്നും അതിലിടാറില്ല എങ്കിൽ പോലും ഞാനതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കാറുള്ള വ്യക്തി എന്ന നിലയിൽ ഈ ശബ്ദം കണ്ടെത്തിയെ കൂടി ഈ സമയത്ത് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. വൈകിട്ടുണ്ട് 2 വാർത്ത സംസാരിക്കാൻ വേദിയിലും സദസ്സിനുള്ള എല്ലാവരും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ പറഞ്ഞവരെല്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമ്മളെ ഒറ്റ സുഹൃത്താണ്. നമുക്കൊക്കെ കുറേ സംശയങ്ങളുണ്ടെങ്കിൽ ഉള്ളിൽ തീർച്ചയായിട്ടും കടല ചെയ്യുന്നതിന് ജയിച്ചാൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എല്ലാം എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അവിടെ സിമ്പിളായിട്ട് ഇപ്പോൾ മുമ്പേക്ക് ആദരിച്ചൊക്കെ സന്തോഷം തന്നെ. അതിന് എത്ര കെട്ടിട്ട് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് എന്നുള്ള ഒരു പാഠം ഞാന്ന് ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ വിത്ത് ശേഖരിക്കൽ മുതൽ ഇതിനെ വിളവെടുക്കൽ, മറ്റുള്ള വളങ്ങൾ, ഇവിടെ ഒരു കൃഷി ചെയ്യാൻ നമ്മൾ തോട്ടക്കൃഷി ചെയ്താൽ തന്നെ നമ്മൾ ചർച്ച ഒരു വണ്ടോ മറ്റോ ഒന്ന് കുത്തി കഴിഞ്ഞാൽ നമ്മളതിന് പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോവാണ്.
ഇങ്ങനത്തെ ഒരു കൃഷി ചെയ്യുമ്പോൾ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് പൊതുവെ തമിഴ്നാട് മറ്റേ വരണ്ട പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് ചെയ്തു വരുന്നത്. നമ്മളെ കേരളമായിട്ടുള്ള ഒരു മണ്ണിൽ ഇങ്ങനെ ഒരു സക്സസ് ആക്കുക എന്ന് പറയുന്നത് പിന്നെ ശബ്ദം കടലിനെ പറ്റി 2 വാക്ക്. ശബ്ദം കടലിൻ്റെ ഈ പരിപാടി ഇത്ര പിന്നെ ക്ഷണിച്ചതിനും ഒരു അവസരം തന്നതിനും അത് നന്ദി. ഇത് ഇനിയും തുടരണം. പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തു കൂട്ടാൻ, ശബ്ദം കടലിലേക്ക് ചെയ്തു കൂട്ടാൻ കഴിയും എന്നുള്ള ഈ കൂട്ടായ്മ ഞാൻ മനസ്സിലാക്കി. ആദ്യമായിട്ടാണ് ശബ്ദം കടലിൻ്റെ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പം ഈ വീണ്ടും ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ഈ സംഘടന ഇതിനെ വലിയൊരു പ്രവർത്തനവും ഇതിനെ വലിയൊരു കുറ്റം പോലെ പരിഗണിച്ച് നിൽക്കുന്നത് ഇതിൻ്റെ രക്ഷാധികാരികളുടെ പിൻബലമാണ്. അവരുടെ ഊർജ്ജമാണ് ഞങ്ങളെ ഇന്ന് വലിയ വിജയത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന് പ്രധാന കണ്ണികളായിരുന്നു നമ്മുടെ ലേഖകൻ കബീർ മാസ്റ്റർ, അതുപോലെ അദ്ദേഹം വീഡിയോ ആയിരുന്നു പുറത്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി 2 വാർത്ത സംസാരിക്കാൻ വേണ്ടി മറ്റുള്ളവർ സാർ വിളിച്ചുകൊണ്ടു. വലിയ വേളയൊന്നും പറയുന്നില്ല. ഇവിടെ പറഞ്ഞാൽ നമുക്കറിയാം, വളരെ പരിമർശിച്ച പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. നല്ല ലാളിത്യമുള്ള എളിമയുള്ള സുതാര്യമായുള്ള നല്ല വ്യക്തിയാണ് പത്മനാഭൻ. അതുകൊണ്ട് തന്നെ പത്മനാഭനെ യാത്രത്തിൽ ആദരിക്കുമ്പോൾ നമ്മുടെ ബാബേട്ടൻ പറഞ്ഞ പോലെ ഈ ശബ്ദം കവിതയും ആദരിക്കപ്പെടുകയാണ്. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത്, സന്ദേശ ധർമ്മരംഗത്ത്, പൊതുരംഗത്തൊക്കെ തന്നെ ഏറ്റവും ആദരണീയായ ബാബേട്ടനെ കിട്ടിയെന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഇനിയും തുടർന്നും ബാബേട്ടനെ പോലുള്ള ആളുകളുടെ സേവനം ഈ സാംസ്കാരിക നിലയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. കൃഷിയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ അടുത്താണ് കേരള ഗ്രന്ഥശാല സംഘത്തിന് അംഗീകാരം ചർച്ചയിൽ വലിയാണ് കിട്ടിയത്. അത് വലിയ ഊർജ്ജമാണ് നമുക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യുവാക്കളുടെ, വനിതകളുടെ, കുട്ടികളുടെ ഒക്കെ തന്നെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ യുവ എന്ന സംഘം രൂപീകരിച്ച് കഴിഞ്ഞു. വനിതകളുടെ കൂട്ടായ്മ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അവിടെയൊക്കെ തന്നെ സേവനം പത്മനാഭത്തിൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പത്മനാഭം വളരെ നിറഞ്ഞ മനസ്സോടെയാണ് ആ നിർദ്ദേശം അംഗീകരിച്ചത് എന്നുള്ളത് വളരെ സന്തോഷം പറയുന്നത്. നമ്മൾ ഈ പ്രദേശത്ത് കാർഷിക രംഗത്ത് വലിയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും പലരും പറഞ്ഞ പോലെ കുറച്ച് തെങ്ങോ മാവോ പഴമോ അപ്പുറത്തേക്ക് നല്ല വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു പച്ചക്കറി കൃഷി ചെയ്യാനോ പൂ പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാനോ നമ്മൾ ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. എന്നാൽ അതിനുള്ള സാധ്യത നമുക്കുണ്ട്. മാത്രമല്ല ശബ്ദം പോലുള്ള കൂട്ടായ്മക്ക് നല്ല കൂട്ടായ്മ എല്ലാ വേദനകൾക്കും അതീതമായി വളരെ ചുറുചുറുക്കോടെ പേടിയാൻ ആളുണ്ടെങ്കിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായ കുറച്ച് ചെറുപ്പക്കാരും മധ്യവയസ്സ ആളുകളും ഇതിനകത്തുണ്ട്. അത് ഗുണപരമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നേറാൻ കഴിയും. പതിനാറിൻ്റെ അവസരത്തിൽ എല്ലാവിധ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചുള്ള ബാബേട്ടൻ ഇവിടെ ആശംസ അർപ്പിച്ച മുഴുവൻ പേർക്ക് ഞാൻ കൃത്യമായി കഴിയുന്നില്ല. എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് വാർത്താവസ്ഥയാണ്. അടുത്തതായി മറുപടി പ്രസംഗമാണ്. അതിനുവേണ്ടി നമ്മുടെ ഇന്നത്തെ മുഖ്യാതി എല്ലാമെല്ലാമായ അധ്യക്ഷൻ നമ്മുടെ ശബ്ദങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനുള്ള എൻ്റെ സുഹൃത്തും ഈ ഉദ്ഘാടകരായ ബാബു പരിശീലനം അവരുടെ ഈ വേദിയിലിരിക്കുന്ന അസീസ്, മറ്റ് ശബ്ദത്തിൻ്റെ യഥാപ്രവർത്തകർ, ആദ്യമായി ഈ സ്നേഹാദാനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. 1000 നന്ദി. ഈ സദസ്സിൽ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. കാരണം ഈ സദസ്സുകളിലെ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞ ഒരു നിമിത്തം മാതിരിയാണ് ഈ പരിപാടി ആദരിക്കാൻ ക്ഷണിക്കപ്പെട്ടത്. ഞാൻ ഒരു 10-40 വർഷത്തോളം അടുത്ത ബന്ധം പുലർത്തുന്ന ബാബുവേട്ടനെയാണ്. കാരണം ഒരു 40 വർഷത്തിന് മേലെ ബാബുവേട്ടൻ്റെ അടുത്തുള്ളത്. അതൊരു കുടുംബ ബന്ധമായിട്ട് എല്ലാവർക്കും അധിക സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ബാബുവേട്ടനെ സമീപിക്കുന്ന, വിളിക്കുന്ന, ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ ഈ സദസ്സിൽ എനിക്ക് മറ്റൊന്ന് എൻ്റെ അധ്യാപകനാണ്. അധ്യാപകൻ പറഞ്ഞ ആർക്കത് അറിയാത്തൊരു കാര്യമാണ്. വേണമെന്ന് മാഷ് എന്നുള്ള രൂപത്തിൽ ആരും അറിയപ്പെടില്ല.
എൻ്റെ ചാര്യം വിദ്യാലയ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുമാതിരി എൻ്റെ വളരെ അടുത്ത ഞാൻ ചെയ്തിട്ടുണ്ടാക്കാൻ എൻ്റെ ഒരു സീനിയർ സഹപ്രവർത്തകനാണ്. അത് കൂടാണ്ട് മൊയ്തീൻകുട്ടിയാക്ക നേരത്തെ പറഞ്ഞ മാതിരി അച്ഛനായിട്ടുള്ള ബന്ധമായിട്ടുണ്ട്. മൊയ്തീൻകുട്ടിയാക്കൻ്റെ വാപ്പയായിട്ടുണ്ട് മൊയ്തീൻകുട്ടിയാക്ക. ഇവിടുത്തെ കർഷക ലോകത്ത് ഞങ്ങളെ പരിചയപ്പെട്ടു. മുമ്പ് കാർഷിക മേഖലയിലുള്ള വർക്ക് ഞങ്ങൾക്ക് ജാതിക്ക കൃഷി അതൊക്കെ ഞങ്ങൾ അറിയപ്പെടുന്ന മുമ്പ് നല്ലൊരു ഞാനൊരു സൊസൈറ്റിയുടെ സെക്രട്ടറി വർക്ക് ചെയ്തു. ആ സമയത്ത് അവിടുത്തെ മുമ്പ് പശുക്കളെ പാല് പശു കൃഷി നടത്തിയതാണ്. അതുമാതിരി മറ്റൊരു അസീസ് യുവ കർഷകനാണ് നമുക്ക് വേണ്ടപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സദസ്സിലാണ് ഈ ആദരണ സദസ്സ് നടക്കുന്നത്. ഈ കടലുണ്ടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഈ മേഖല ഒരു കാർഷിക മേഖലയല്ല. ഇതൊരു കർഷകരെ പുഷ്പിക്കാമെന്ന് പറഞ്ഞാലോ ഇതൊരു മണ്ണൂർ മേഖലയാണ് കാർഷിക മേഖല. കടലുണ്ടി മേഖല അങ്ങനെ കർഷക ഭൂമിയൊന്നുമുള്ള സ്ഥലങ്ങൾ ചെറിയൊരു 10 സെന്റ് 5 സെന്റ് അങ്ങനെ നമുക്ക് കുറച്ച് സ്ഥലം നേരത്തെ പിന്നെ കർഷകരായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി. എൻ്റെ അമ്മ വീട്ടിലൊക്കെ നല്ല കർഷകരാണ്, അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള ആളുകൾ. പക്ഷെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. അച്ഛൻ മുമ്പിൽ ജോലിക്ക് ശേഷം വന്നിട്ട് മുമ്പേ മുഖ്യമായ പ്രവൃത്തി പറമ്പിലെ കൃഷി തെങ്ങ് അതുമാതിരി എല്ലാം വീട്ടിലെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിന് വ്യത്യസ്തമായ ഒരു കൃഷി രീതി നടത്തിയിരുന്ന നിലക്കടല. അച്ഛനന്ന് മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ നിലക്കടല കൃഷി മംഗലാപുരത്ത് നിന്നാണ് കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതത് അത്ര ഇത്തരത്തിലുള്ള ഒരവസ്ഥ. പിന്നെ ഞാനും ഈ പൊളിറ്റിക്സും പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനമായിരുന്നു ഇതൊന്നും അത്ര ശ്രദ്ധിക്കാതെ വന്നു. ഇപ്പം അടുത്ത കാലത്ത് രാവിലെയൊക്കെ ഈ എൻ്റെ സമയം ഇതിനായിട്ട് കുറച്ച് ചിലവഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിലക്കടല കൃഷി നമ്മൾ ആരംഭിക്കുന്നത്. അത് നിലക്കടല കൃഷിയൊക്കെ നടത്തി വന്നതുകൊണ്ട് നല്ല കുച്ചിക്കായ പറഞ്ഞ മാതിരി വന്നൊരു വിളവെടുക്കാനുള്ള സൗഭാഗ്യം കുച്ചിക്കായ്ക്കുണ്ട്. അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇന്നും അത് നന്നായി നടക്കുന്നുണ്ട്. നമുക്കെന്താന്ന് പറയുന്നത് ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും ആവേശത്തോടുകൂടി വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചെങ്കോട്ടുകാവ് പഞ്ചായത്ത് അവർ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നിലക്കടല കൃഷി നടത്തി നല്ലൊരു വിളവെടുപ്പ് നടത്തിയ ഒരു നമ്മുടെ യൂട്യൂബിൽ കാണും. അപ്പോൾ നമ്മുടെ കടലുണ്ടി പഞ്ചായത്തിന് നമ്മൾ ഉള്ള പ്രദേശം നമുക്കതിന് ഉപയോഗിക്കാം. നേരത്തെ ബാബേട്ടൻ പറഞ്ഞ മാതിരി മറ്റു മേഖലകളിലേക്ക് ഞങ്ങളുടെ സഹായം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അതൊരു മാറി വേറിട്ടൊരു കൃഷി കൊണ്ടു നടക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ സുബൈന മിഷനാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ പൂക്കൃഷിയിലേക്ക് ഇരിക്കുന്നത്. അതിന് സഹായിക്കാനായിട്ട് നമ്മുടെ ശൈലജ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീം പ്രകാരമാണ് ഇപ്പോൾ പൂക്കൃഷി നടത്തി. കടലുണ്ടി പഞ്ചായത്ത് 3 സ്ഥലത്താണ് നടന്നത്. അത് പകുതി വിജയിച്ചിട്ടുള്ളത് അതേ സ്ഥലത്ത് കോട്ടക്കുന്നിൽ കോഴിക്കോട് ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ളൊരു മാറ്റം നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഡോക്ടർ നമ്മുടെ ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷന്റെ കണ്ണൂർ പറ്റുന്നുണ്ട്. നമ്മളൊരു കാർഷിക മേഖലയിലുള്ള നേടേണ്ടതുണ്ട്. നമുക്കൊരു കൂട്ടായ്മയിൽ തീർച്ചയായും നാടിന്റെ വികസന രംഗത്ത് നമ്മളെല്ലാവരും ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകാം. അതിനായി ഞങ്ങൾ എല്ലാവരുടെ സഹായം ഉണ്ടാവും. പിന്നെ ശബ്ദത്തിന്റെ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 25 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന. അടുത്ത കാലത്താണ് അതിന്റെ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഈ നാട്ടിലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അതും നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ഞാൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇവരോട് എങ്ങനെ ഞാൻ നന്ദി പറയും, എങ്ങനെ ഞാൻ പറയും? 1000 നന്ദി, 1000 നന്ദി. ഇത്രമാത്രം നിർത്തുന്നു ചെയ്യും. യോഗം അവസാനിച്ചതായി